Hi friends, LINI'S food cornerലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് കട്ട്ലേറ്റ് ആണ്. വളരെ ടേസ്റ്റി ആയ രീതിയിൽ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ ഒത്തിരി റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ബീഫ് കീമ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കീമയായിട്ട് കട്ട് ചെയ്ത് വാങ്ങിക്കുന്നതല്ല, ബീഫ് വാങ്ങിച്ചിട്ട് അത് പുഴുങ്ങിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഒന്ന് മൊരിയിച്ചെടുത്തിട്ടാണ് ഞാൻ കട്ട്ലേറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ കടായി തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല, കുരുമുളകാണ് ഇടുന്നത്. ഇതിലേക്ക് കൊത്തിരിഞ്ഞ ഒരു 3 സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി മുപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ സവാളയിലേക്കും പൊട്ടറ്റോയിലേക്കും ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫ് ഞാൻ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്, അതുകൊണ്ട് അതിലേക്ക് അതിനുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സവാളയിലേക്കും പൊട്ടറ്റോയിലേക്കും വേണ്ടി മാത്രമുള്ള ഉപ്പ് ഇട്ടാൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ ഗരം മസാല. ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത്ര മസാലകളെ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. പച്ചമുളക് ഞാൻ ചേർക്കാത്ത കുരുമുളക് ചേർക്കുന്നതുകൊണ്ടാണ്. നല്ലതുപോലെ മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കീമ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ സാധാരണ കട്ട്ലേറ്റ് തയ്യാറാക്കാനായിട്ട് കീമ റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ കറി വയ്ക്കാനൊക്കെ ബീഫ് അരിഞ്ഞെടുക്കുന്ന പോലെ അരിഞ്ഞിട്ട് അതൊന്ന് വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ട് അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നല്ലതുപോലെ വേവിച്ചതിന് ശേഷം നമ്മളിതൊന്ന് ഉടച്ചെടുക്കുക. നല്ല ശരിക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. ഇത് നമുക്ക് നമ്മൾ മൊരിയിച്ചു കൊണ്ടിരിക്കുന്ന കീമയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ബീഫ് ഇതുപോലെ മൊരിയിച്ചെടുത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കട്ട്ലേറ്റിന്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കട്ട്ലേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ബീഫും അതുപോലെ സവാള, വെളുത്തുള്ളിയൊക്കെ കൂടി ഒന്ന് മൊരിയിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാറുള്ളൂ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. കട്ട്ലേറ്റിനുള്ള കീമ നമ്മൾ കറക്റ്റായിട്ട് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു 5-6 പീസ് ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 3 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മുട്ടയും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ക്രഷ് ചെയ്ത ബ്രെഡ് ക്രംസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റിൻ്റെ കീമ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട്
ഞാനിവിടെ ഒരു സ്പൂണിൻ്റെ, ഒരു വലിയ സ്പൂണിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കട്ട്ലേറ്റും കറക്റ്റ് അളവിലായിട്ട് കിട്ടും. ഒരു ഓവൽ ഷേപ്പിലാണ് ഞാൻ കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കട്ട്ലേറ്റും ഒരേ അളവിലായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഈ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തിട്ട് വെക്കാം. ഇപ്പോൾ ഒരു ബാച്ച് മൊരിയിച്ചെടുക്കാനുള്ളതായിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായി വന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്, നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് റെഡിയായി, നമുക്ക് ഇനി അത് എടുക്കാം. ഇനി അടുത്ത ബാച്ചും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അത് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കട്ട്ലേറ്റ്, വളരെ സ്വാദിഷ്ടമായ ബീഫ് കട്ട്ലേറ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. Thank you.